ഈശ്വരൻ സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരൻ അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി നമ്മൾ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രൂപതയില് ചില കുടുംബങ്ങളെ സഹന കുടുംബങ്ങളായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കുടുംബാംഗങ്ങളെ സഹനത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പ്രത്യേകം വിളിക്കുന്നതായിട്ടും അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സഹന കുടുംബം, സഹനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ താമസിക്കുന്ന ഒരു ഭവനമായിട്ട് ദൈവം ഈ കുടുംബത്തെ മാറ്റി നിർത്തുകയും ഈ കുടുംബത്തിലെ സഹന പ്രേക്ഷകരായിട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചറിനെയും പ്രിയപ്പെട്ട ചീഴ്സിനെയും ഒക്കെ ദൈവം മാറ്റി നമുക്കതറിയാം. ദൈവത്തിന്റെ തീരുമാനത്തിനും തിരുമനസ്സിനും വിധേയപ്പെട്ട് നമ്മൾ നിൽക്കുന്നു. വേദനയോടും കണ്ണീരോടും പ്രതീക്ഷയോടും കൂടി ദൈവത്തിന് മുൻപാകെ അവിടുത്തെ തീരുമാനത്തിന് വിധേയപ്പെട്ട് നമ്മൾ നിൽക്കുന്നു. ഈ കുടുംബത്തിന്റെ എല്ലാ വേദനകളിലും സങ്കടങ്ങളിലും പ്രാർത്ഥനകളിലും പാലക്കാട് രൂപതാ സമൂഹം മുഴുവനും പങ്കുചേരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചർ തന്നെയാണ്. രൂപതാ സമൂഹത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ വഴി രൂപതയെ ശക്തിപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് അമ്മമാരുടെ സംഘടന വഴി രൂപതയെ ശക്തിപ്പെടുത്തുവാൻ മേരിക്കുട്ടി ടീച്ചർ മാതൃവേദിയുടെ രൂപത പ്രസിഡന്റ് എന്ന നിലയിലും പ്രിയപ്പെട്ട തങ്കച്ചി ചേട്ടനും അവസരമൊരുക്കി. അദ്ദേഹത്തിന്റെ അനുവാദവും പ്രവർത്തനങ്ങളും ഒക്കെ ഈ കുടുംബം വഴി രൂപതയ്ക്കും ഇടവകയ്ക്കും വലിയ നന്മയുളവാകുവാൻ കാരണമായി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അപ്പച്ചന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന രൂപതാ സമൂഹത്തിന്റെ മുഴുവനും അനുശോചനവും പ്രാർത്ഥനയും പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചറിന്റെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥതയോടുകൂടി അറിയിക്കുകയാണ്. ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളെയും ആശ്വസിപ്പിക്കുവാനും ഉപകരിക്കട്ടെ എന്ന് ആശിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് സമാധാനം. കരുണയുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അടയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ അതുതാ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരുടെ കീർത്തനങ്ങൾ പാടും മൃതരാങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും
നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. എല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാദം പൂജിതമല്ലോ. എല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മന്ദിരമോദം നുകരാൻ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. എല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന അവരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവരെ മക്കളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവനായകവുമായ ശബ്ദത്താൽ ശബ്ദം മകനീയമാണ്. ദാസനെ വിളിക്കുകയും നിന്റെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുവാനാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി രൂപതയുടെ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്ക് പിതാവ് ബഹുമാനപ്പെട്ട തകർച്ചേട്ടന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് രൂപതയ്ക്ക് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ പിതാവിനെ പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. മേൽക്കൂടി ചേച്ചിയും നമ്മിൽ നിന്ന് 2 വർഷം മുമ്പ് വേർപിരിഞ്ഞു പോയ മെൽബിനും അതുപോലെ തന്നെ ചിയേഴ്സും പിതാവിനും രൂപതയ്ക്കും പ്രത്യേക നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മെൽബിൻ്റെ പ്രിയ ഭാര്യ ജിൻഡുവും ജോഹാനും അശ്വതിയും മറിയം മാത്യു മക്കളും
രൂപതയോടും പിതാവിനോടുമുള്ള നന്ദി അറിയിക്കുകയും തുടർന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവേ, ആമേൻ.
സ്തുതി ബാബാപുത്രൻ റൂഹായേ മൃതനാമഞ്ഞിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമ പ്രഭുയുടെ നാട്ടിൽ ചേർക്കണം തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാനിക്കും ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സുന്ദരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. അന്തിമിഴത്തോരവികലമോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. വിളിക്കുന്നു മരിച്ചവരേൽപ്പിക്കുന്നവനെ നാമത്തിൽ സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. ക്ഷേമം അവന്റെ പക്കലാകുന്നു. വിളിക്കുന്നു മരിച്ചവരേൽപ്പിക്കുന്നവനെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദത്താലാസിനെ ഉയർപ്പിച്ച കർത്താവേ, അശബ്ദമഗ്നീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും എന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമറിഞ്ഞവരെ നീ മുഖ്യമയുടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവ്വത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും തിരുവടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന്റെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നതപ്രഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധു നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. സജീവവും ജീവസ്മൃതർപ്പിച്ച കർത്താവിയ ശബ്ദം മഹനീയമായ നീതിവിധി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുക. നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിലടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമയങ്ങൾ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടം ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സന്ദർഭത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവിന്റെ പ്രകൃതിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല പരത്തു വരം ഭാഗേ ആകാശവും ഭൂമിയിൽ നിന്റെ
നിന്റേതാകുന്നു ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവാപുത്രൻ റോഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ വലത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത ദ്രവനാം മിശിഹാനാഥ പ്രതരെല്ലാരും പിന്നെ വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. തുടർന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദദാലാസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മക്കളോട് അർപ്പിക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിനടയാളത്തോടും ദൈവദൂതം അടക്കമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിലെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥ മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരവരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃഗരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. സജീവവും ജീവനായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, മഹനീയമായ നീതിപതിദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും വെറുക്കുന്നവനെ, നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവകവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ,
കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും, നിത്യമായി നീ എന്നെ മറന്നു കളയുമോ? എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണമുദ്രയിൽ അനുവദിക്കാതെ എന്റെ വഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാഹളമോദി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃഗരൊന്നാകെ. വാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമി സുതരെ ഉയർത്തിയ തിരുസോനു. ജീവനെനിക്കു പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചെന്നെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്ന് അരിയ വിമോചനമരുളിടാൻ തൻ പ്രിയസുതനെ നിയോഗിച്ചോ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനെയും അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോർ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിന് സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാൽ അക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, ആരൊളി ചൂഴ്ന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും, കർത്താവേ നിൻവിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദിപിതാവാമാദത്തിൽ പാപം മൂലം ഭൂലോകം മൃതിയുടെ പിടിയിലമർന്നടലിൽ നടുവിൽ താണു നരവംശം. ദൈവമേ, നീ സ്തുത്യർഹനാകുന്നു. മിശിഹാ രണ്ടാമാദമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാദാ, പാപികൾ ഞങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്കച്ചൻ ചേട്ടന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട തങ്കച്ചൻ ചേട്ടൻ നമ്മിൽ നിന്ന് സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് താൻ സ്വീകരിക്കേണ്ട എല്ലാ ദൈവിക കൃപകളും ഉദാശകളും സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ കടന്നുപോയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് വേർപാടില് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്.
എൻ്റെ മകനെ എനിക്ക് ആവശ്യമുണ്ടായി. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു. ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭവനത്തിലുള്ള തിരുക്കർമ്മങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട കണ്ടംപറമ്പിൽ മാർട്ടിനച്ഛനാണ് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുകയും തങ്കച്ചേട്ടനോടുള്ള ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഈ ശുശ്രൂഷയിൽ സന്ദേശം നൽകി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ഛനാണ്. നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട ജോജി വടക്കേക്കരച്ഛനുണ്ട്. മറ്റ് രാഷ്ട്രീയ രംഗത്തും സാമുദായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, നേതാക്കളുണ്ട്, അയൽക്കാര്, ഇടവകക്കാര്, തങ്കച്ചേട്ടനെ അറിയുന്നവര്, സ്നേഹിക്കുന്നവര്, ബഹുമാനിക്കുന്നവരെല്ലാവരും ഇപ്പോൾ സന്നിഹിതരാണ്. നമുക്കെല്ലാവർക്കും തങ്കച്ചേട്ടനോടുള്ള സ്നേഹത്തെ പ്രതി പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുറ്റുകാറ്റടിക്കുമ്പോൾ ഓടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവരമയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വർത്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയിർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ
ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിരരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, തങ്കച്ചൻ ചേട്ടൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മേരിക്കുട്ടി ചേച്ചി, ചിയേഴ്സ്, ജിൻഡു, അശ്വതി, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, ഇതുപോലെ നമ്മൾ ഈ മുറ്റത്ത് ഒരുമിച്ച് കൂടിയത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. വീണ്ടും ഈ മുറ്റത്തേക്ക് ഇങ്ങനെ കടന്നു വരാനായിട്ട് നമ്മളാരും ആഗ്രഹിച്ചതല്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശിരസ് നമിക്കുക എന്നുള്ളതാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനായിട്ടുള്ളത്. വേർപാടുകളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ദുഃഖം സമ്മാനിക്കുന്ന അവസരങ്ങളാണ്. കാരണം നമ്മുടെ ബന്ധങ്ങൾ അത്രമേൽ ദൃഢമാണ് എന്നുള്ളതാണ് വേർപാടുകൾ നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്നതിൻ്റെ അർത്ഥം. ബന്ധങ്ങൾ സുദൃഢമാകുന്നിടത്ത വേർപാടുകളൊക്കെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന അവസരങ്ങൾ നമുക്കുണ്ടാവുക, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചൻ ചേട്ടൻ തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് നമ്മിൽ നിന്നും യാത്രയാകുന്ന ഈ നിമിഷം അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ള പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു യാത്രയയപ്പിന് വേണ്ടി നമ്മൾ ബന്ധങ്ങളും സ്വന്തങ്ങളും പരിചയങ്ങളും ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മനുഷ്യജീവിതത്തെ സങ്കീർത്തകൻ ഉപമിക്കുന്നത് ഒരു പുൽക്കൊടിക്ക് തുല്യമായിട്ടാണ്. വളരെ നിസ്സാരമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം മനുഷ്യൻ്റെ ജീവിതത്തെ, ക്ഷണികമാണെന്നാണ് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ വിശേഷിപ്പിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്നുള്ളതാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ ആരും വെറുതെ ജനിച്ചു വീഴുന്നില്ല എന്നുള്ളതാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്നതും. ഓരോ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ
ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ, യാത്രയയപ്പിനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ആ യാത്രയാവുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയും അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാണ് നമ്മുടെ യാത്രയുടെ പൂർണ്ണ വിരാമം ഇടുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. തങ്കച്ചി ചേട്ടനെ അറിയാവുന്നവർക്കും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കും ഒക്കെ എത്രമാത്രം ഒരു നല്ല വ്യക്തിത്വമായിരുന്നു തങ്കച്ചി ചേട്ടൻ എന്ന് കൃത്യമായിട്ടറിയാം. പാലക്കാട് രൂപതയെ സംബന്ധിച്ചിടത്തോളം വടക്കഞ്ചേരി ഇടവക, വചനഗിരി ഇടവകയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ തങ്കച്ചി ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ സാന്നിധ്യം ഈ 2 ഇടവകകളിലൂടെ ഈ രൂപതയിൽ മുഴുവനും നിറഞ്ഞു നിന്ന ഒരു കുടുംബമാണ്, നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കണ്ടംപറമ്പിൽ കുടുംബം എന്നുള്ളത് ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. രൂപതയുടെയും ഇടവകയുടെയും ഏത് കാര്യങ്ങൾക്കും ഈ കുടുംബത്തിലെ ആരോട് ഏത് കാര്യം ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഈ കുടുംബത്തിന് നേതൃത്വം നൽകിയിരുന്നത് തങ്കച്ചി ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ അനുസ്മരിക്കാനുണ്ട്. ഒരു നല്ല കുടുംബനാഥൻ എന്ന നിലയിൽ തൻ്റെ ജീവിതം മുഴുവനും ദൈവ തിരുമുമ്പാകെ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച ഒരു മനുഷ്യനാണ്. ഒരു നല്ല കർഷകനാണ് അദ്ദേഹം. ഒരു നല്ല കർഷകനെ നല്ലൊരു കുടുംബനാഥനാകാനായിട്ട് സാധിക്കുകയുള്ളൂ. മണ്ണിനോട് മല്ലിട്ടുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ചേച്ചി പറയും, വയ്യെങ്കിലും രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിൽ പോയില്ലെങ്കിൽ ഒരു സുഖമില്ല അച്ഛ എന്ന് പറയും. അതുകൊണ്ട് ചേട്ടൻ രാവിലെ തന്നെ പോകും എന്ന് പറയാറുണ്ട്. അഭിമാനത്തോടെ നമുക്ക് അനുസ്മരിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് രോഗിയായിട്ട് അധികകാലമൊന്നും ഇരിക്കേണ്ടതായിട്ട് വന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല, പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ ഗുണം തന്നെയാണ് ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അപ്പൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അമ്മയും മക്കളും മരുമക്കളും എല്ലാം. നമ്മൾ ചോദിച്ചിട്ടില്ല ദൈവത്തോട്, ദൈവം എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തി എന്നെ വീട്ടിലേക്ക് അയക്കണമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് ദൈവം ഡിസൈൻ ചെയ്ത് വിട്ടതാണ്. ഇങ്ങോട്ട് ദൈവം ഡിസൈൻ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു തീരുമാനമുണ്ട്. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഈ തങ്കച്ചി ചേട്ടനും ഒക്കെ ഈ ഭൂമിയിൽ എവിടെ ജനിക്കണം, ആരിൽ നിന്ന് ജനിക്കണം, എങ്ങനെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയത്തിന് മുമ്പില് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവമേ നിന്റെ തിരുവിഷ്ടം എന്താണോ എന്ന് ആലോചിച്ച് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഇടവകാംഗം എന്ന നിലയിൽ, ഒരു സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ, ഒരു കർഷകൻ എന്ന നിലയിൽ തങ്കച്ചി ചേട്ടൻ തൻ്റെ ജീവിതത്തില് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവമേ നീ എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം നിറവേറ്റിയിട്ട് കടന്നു പോകുമ്പോൾ അഭിമാനത്തോടുകൂടെ നമുക്ക് തങ്കച്ചി ചേട്ടൻ യാത്രയാക്കാൻ സാധിക്കണം. കാരണം ദൈവഹിതം പൂർത്തീകരിച്ചിട്ടാണ് തിരിച്ചുള്ള യാത്ര. നമ്മുടെയൊക്കെ ജീവിതത്തെ എപ്പോഴും നമ്മൾ തീർത്ഥാടനമായിട്ടാണ് നമ്മൾ ഉപമിക്കാറ്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമ്മൾ ദൈവ അംശമാണ്. ആ ഉറവിടത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് ഇവിടെ ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയിട്ട് തന്നെ സൃഷ്ടിച്ച, തന്നെ അയച്ച ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട് തങ്കച്ചി ചേട്ടൻ നടത്തുന്നത്. പ്രാർത്ഥനയോടെ ഈ കുടുംബത്തെ എപ്പോഴും ദൈവസന്നിധിയിൽ സ്മരിച്ചുകൊണ്ട് കർത്താവെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്ത് ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് തങ്കച്ചി ചേട്ടൻ്റെ വേർപാട് ലഭിക്കുന്ന കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണ്. മേരിക്കുട്ടി ചേച്ചി വർഷങ്ങളായിട്ട് പാലക്കാട് രൂപതയുടെ മാതൃവേദിയുടെ നിറസാന്നിധ്യമാണ്. പാലക്കാട് രൂപതയിലെ മുഴുവൻ അമ്മമാരുടെയും പ്രതിനിധിയായിട്ട് വർഷങ്ങളോളം രൂപത പ്രസിഡന്റായിട്ട് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിലാണെങ്കിൽ അതിനുശേഷം രാഷ്ട്രീയ മേഖലയിലേക്കുമൊക്കെ ഇറങ്ങി ചെല്ലുവാനായിട്ട് തങ്കച്ചി ചേട്ടൻ്റെ വലിയൊരു പ്രചോദനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക. എവിടേക്ക് പോകുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് 100% സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തെ നയിച്ച തങ്കച്ചി ചേട്ടൻ നമുക്കൊക്കെ ഒരു മാർഗദീപമാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് ഇടവകയുടെ പേരിലും പാലക്കാട് രൂപതയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയും
പാലക്കാട് രൂപത മാതൃവേദിയുടെ അകൈതുകമായിട്ടുള്ള അനുശോചനം ഈ സമയം അറിയിക്കുന്നു. ഒപ്പം വടക്കഞ്ചേരി മേഖലയുടെയും വടക്കഞ്ചേരി യൂണിറ്റിൻ്റെയും ഈ ഇടവകയുടെ പേരിലുള്ള അനുശോചനം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും വെടിക്കൊടുക്കുന്ന എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും പേരിൽ പ്രത്യേകിച്ച് നാനാ വിധത്തിലുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കളുടെയും പേരിൽ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു. നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സ്നേഹപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ഈ ആത്മാവിനെ നിത്യ സമ്മാനത്തിന് വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തിരുക്കർമ്മങ്ങൾ പൂർത്തിയാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ മൂല്യമായ രക്തം ചെയ്ത് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മകനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലൊടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ
സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. എന്റെ ഈ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ മക്കളെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ, അനുദിനമലിവോടോർക്കണമെന്നേ. പ്രിയമുള്ളവരെ, ഭവനത്തിലെ ശുശ്രൂഷകൾ അവസാനിക്കുന്നു. നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലേക്ക് പോകാനുള്ളവർ അവരവരുടെ വാഹനങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രവേശിക്കുകയും ദേവാലയത്തിലേക്ക് പോകാനായിട്ട് ലൈനായിട്ട് നിൽക്കുകയും ചെയ്യുക. മൃതശരീരം എടുത്ത് നമുക്ക് ദേവാലയത്തിലേക്ക് പോകുവാൻ പരിശ്രമിക്കാം. അതിനു മുമ്പായിട്ട് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം ഭവനത്തിൽ അന്തിമചുംബനം അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. അന്ത്യചുംബനം അർപ്പിക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാവരും ദേവാലയത്തിലേക്ക് പോകാനായിട്ട് ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഏവരും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വഴിയുടെ കണ്ടീഷനൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാ നിഷ്പ്രഭമാകും. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവുമയം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാ അഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണയെ നീ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്ന
എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനാ കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി പവിതാത്ഭുതമേ. എതിരേൽപ്പിനുവൻ നമ്പരമധ്യേ നിരചേരുന്നു സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ അരൂപിയായിക്കുക സൃഷ്ടിക്കപ്പെടും മിശിഹാനാഥ, പാപികളെല്ലാം പ്രതിഫലമതിനായി പായുന്ന നിശം അവർ ചിറക് വിരിച്ചു പറന്നു വന്നു. നിശം മേരിക്കേലി. ദൈവം മനുഷ്യന്റെ കൂടവിചാരങ്ങൾ ആകും ചെയ്തികളും നിഖിലം മറന്നെ തെളിവായി കാണുന്നു. സന്തോഷിച്ചു അണയുന്നീശോ ഹൃദയാഹിതർക്കും ജീവനും അതുപോ ശരണവും അരുളീടാ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഒരുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരും ആനന്ദം.
ദീർഘകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ദൈവീയന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രാർത്ഥനയാലും വിശ്വാസത്തോടുകൂടി ഇയാളെ തന്റെ ബന്ധം തളർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിന്റെ ദൈവം ഇയാളുടെ പേരെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും ബാല്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മനുഷ്യരെ അർപ്പിക്കണമേ. എന്തുകൊണ്ടേ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, പൈതൃകമായ പരിപാലനം നിങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട് നാം നിങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിലുള്ള ശരീരങ്ങളെ മാത്രമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞാൻ നിങ്ങളിൽ നിന്നാകുന്ന പോകുമെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ സമാപിക്കുന്നു. അവിടെ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. സെമിത്തേരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ സെമിത്തേരിയുടെ പ്രധാന ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി ആളുകളെ ഇറക്കാതെ അവിടുത്തെ മുന്നിലുള്ള അല്പം കൂടി മുന്നോട്ട് പോയാൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയയിൽ ആളുകൾ ഇറങ്ങി സെമിത്തേരിയിലേക്ക് അവിടെ നിന്ന് കയറാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ചെല്ലുന്നപ്പോൾ ഗേറ്റിൽ അവിടെ വണ്ടി നിർത്തി ആളുകൾ ഇറങ്ങാൻ നിന്നാൽ അവിടെ ജാമാവും. അതുകൊണ്ട് അല്പം കൂടി ആളുകൾ ഇറങ്ങി അവിടെ നിന്ന് നേരിട്ട് സെമിത്തേരിയിലേക്ക് കടക്കാനുള്ള മാർഗമുണ്ട്. അപ്രകാരമാണ് ക്രമീകരണം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നഗരസേവകന്റെ 5ാം ഓർമ്മ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 10:30 മണിക്കുള്ള വിശുദ്ധ കുർബാനയോടുകൂടി ബന്ധപ്പെടുന്നതായിരിക്കും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സെമിത്തേരിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവിതമിടയിൽ ഓർത്തോർത്തിയും മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനോഹരനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധമായ വിശ്രമമുള്ള കരുണ മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിവേഷണവും വിശുദ്ധ തൈലത്താൽ വിശുദ്ധവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആത്മാവിന്റെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വഭാവം നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. ഞാൻ മഞ്ഞുള്ളവനാകും. മനുഷ്യ നീ പിടിയാകുന്ന പിടിയിലേക്ക് നീ മടങ്ങുന്ന ചെയ്ത സ്ഥലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർത്തുന്ന മഹത്വത്തോടുകൂടി അവസാന ദിവസത്തിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധഭൂതാശീലത്തിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തികൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പടിയാകുന്ന പടിയിലേക്ക് നീ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്ത്യവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ കർത്താവേ
ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരം നോക്കണമേ. അവരിലാരും അശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗങ്ങൾ ജീവനുദിക്കുന്നു. ആദിമുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ പ്രോഭായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രവർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീങ്ങുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അനുജനഭാഗ്യം വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിരു കേൾക്കും. അനുജനു ഭാഗ്യം ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശുദ്ധമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറഞ്ഞവനും കർമ്മ നിറഞ്ഞവനും നീതിമാനമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശ്വസത്തോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗമാകുന്ന ഓസലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മധുര ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.